നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയും വ്യാഴവും കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോചരഫലത്തിൽ ഗുണദോഷങ്ങൾ നമുക്കായിട്ട് നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും രാഹുകേതുക്കളാണ്. നിരവധിയായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഗുണദോഷങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുകേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ്, കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലാണ്. ഇപ്പോൾ നമുക്ക് കർക്കിടക കൂറുകാരുടെ രാഹുകേതുക്കളുടെ ഗോചരാലുള്ള ഫലങ്ങൾ എപ്രകാരം ലഭിക്കുമെന്ന് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് രാഹു 8ാം ഭാവത്തിലാണ്, കേതു ആകട്ടെ 2ാം ഭാവത്തിലാണ്. കർക്കിടകക്കൂറുകാർക്ക് വ്യാഴവും ഇപ്പോൾ 12ലാണ്, ശനി ആകട്ടെ 9ലുമാണ്. എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ശത്രുക്കളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും, ശ്രദ്ധ കൊടുക്കുക. സാമ്പത്തിക ഇടപാടുകളിലും ജാഗ്രത നല്ല രീതിയിൽ പാലിക്കുക. എത്ര വിശ്വസ്തരാണെങ്കിൽ പോലും അവരെ ഒന്ന് സൂക്ഷിക്കുക. ധനനഷ്ടം വളരെ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വരവിനേക്കാൾ ചെലവും കൂടിയേക്കാം. വാക്തർക്കങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറുക. ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ ഉപദ്രവങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ജാമ്യം, മധ്യസ്ഥത എന്നീ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പരപീഡ ഏൽക്കാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മാനസിക സമ്മർദ്ദങ്ങൾക്കും സാഹചര്യങ്ങളുണ്ട്. കൂട്ടുകാരും കുടുംബവുമായി ചെലവഴിക്കാൻ കുറച്ചു സമയമെങ്കിലും മാറ്റിവെക്കുക. നിഷേധ സ്വഭാവങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.